കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നോക്കിയിരിക്കുന്നതാണ് ഡിഗ്രി അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്താണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്താണ്, കോളേജ് ജോയിനിങ് എന്താണ്, അതിൻ്റെ ഫീസ് എങ്ങനെയാണ്, ഈ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു പല കാര്യങ്ങളും അറിയാത്തത് കൊണ്ട് തന്നെ ഡിഗ്രി അഡ്മിഷൻ കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിന് മാത്രമല്ല ഒരുപാട് ചാനലുകൾ ഈ ഒരുപാട് ഇൻഫർമേഷൻസ് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾ അറിയാതെ പോകുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്താണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്താണ്, കോളേജ് ജോയിനിങ് എന്നാണ്, അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം ഇന്ന് വരെയായിരുന്നു നമ്മൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നാളെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. നാളെ ഈവനിങ്ങോട് കൂടി ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. 11-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത്. അതിനുശേഷം 12-ാം തീയതി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരമാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വെച്ച കോളേജുകൾ നിങ്ങൾക്ക് മാറ്റാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജുകൾ റിമൂവ് ചെയ്യാനോ പുതിയ കോഴ്സുകൾ ആഡ് ചെയ്യാനോ ഒക്കെ ഉള്ള അവസരമാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് ഓപ്ഷൻ വെക്കുന്നതെന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അതെങ്ങനെ വെക്കണമെന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ തരും. അതെല്ലാം നമ്മൾ ചാനലിൽ വീഡിയോസ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഇതിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് 13-ാം തീയതിയാണ്. ജൂൺ 13-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. ജൂൺ 13-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ജൂൺ 13 മുതൽ 17 വരെ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് ആണ്. ആ ഫീസ് എത്ര ആണെന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനുശേഷം 17-ാം തീയതി കഴിഞ്ഞ് 18-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 18-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഫീസ് അടച്ചിട്ട് കോളേജ് ജോയിനിങ് ആണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജ് ജോയിനിങ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഫീസ് മാത്രം അടച്ചിരുന്നാൽ മതി. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്, കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മുകളിലുള്ള എല്ലാ ഓപ്ഷൻസും ക്യാൻസൽ ചെയ്ത് കളയാം. എന്നിട്ട് വെയിറ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഫീസ് അടച്ച് വെയിറ്റ് ചെയ്യുക. ഫീസ് നിർബന്ധമായിട്ടും അടയ്ക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ ഫീസ് അടച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം 19 മുതൽ 22 വരെയുള്ള ഡേറ്റുകളിലാണ് കോളേജിൽ അഡ്മിഷൻ നടക്കുന്നത്. അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം പ്രൊഫൈലിൽ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ വരും. അതപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം 24-ാം തീയതിയാണ് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. 24-ാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് വന്നാൽ അതിനുശേഷം പിന്നെ കോളേജ് അഡ്മിഷനാണ്. 25 മുതൽ 28 വരെയുള്ള തീയതികളിലാണ് കോളേജ് അഡ്മിഷൻ നടക്കുന്നത്. അതിനുശേഷം ജൂലൈ 1-ാം തീയതി മുതൽ എല്ലാ യൂണിവേഴ്സിറ്റിയും ഒരുപോലെയാണ്. ജൂലൈ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ജൂലൈ 1 മുതൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇത്രയാണ് പുതിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് 13-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ഫീസും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് എല്ലാം ഓൺലൈനായിട്ട് തന്നെയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾ ഫീസ് അടച്ചില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് ഔട്ടാവുകയും നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കാതെയും വരും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും ഫീസ് അടച്ച് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമായിരിക്കും കോളേജ് ജോയിനിങ് നടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ NCC NSS അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറി ബേസ് നിങ്ങൾ EWS SC ST കാറ്റഗറി OBC വിദ്യാർത്ഥികൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻ്റ് ഒറിജിനൽ ഡോക്യുമെൻ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടൂ. ഇനി അല്ല അഡ്മിഷൻ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ സമയത്ത് അതായത് അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പരിഗണിക്കത്തുള്ളൂ. പിന്നീട് നിങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്താലും അത് നിങ്ങളെ പരിഗണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ
നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ അതെല്ലാം നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സീറ്റ് നിങ്ങൾക്ക് കിട്ടിയ ഓരോ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്തും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് മുകളിലുള്ള ഏത് കോളേജ് കിട്ടിയാലും നിങ്ങൾ ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇനി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസാണ്. നിങ്ങൾ ഓൾറെഡി ഫീസ് അടച്ചത് രജിസ്ട്രേഷൻ ഫീസാണ്, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീസാണ് നിങ്ങൾ അടച്ചത്. ഇനിയുള്ളത് അഡ്മിഷൻ ഫീസാണ്. അഡ്മിഷൻ ഫീസ് SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ 930 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഇനി ബാക്കി അതർ കാറ്റഗറിയിൽ വരുന്ന ബാക്കി എല്ലാ വിദ്യാർത്ഥികളും 1850 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഇനി NIOS അല്ലെ അതർ സ്റ്റേറ്റ് ബോർഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ SC ST കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ 720 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ബാക്കിയുള്ള വിദ്യാർത്ഥികൾ 1640 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കും ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ഫീസ് അടയ്ക്കണമെന്നുള്ളത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ വരുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഫീസ് അടയ്ക്കണം. കാരണം ആ ഫീസ് അടച്ചില്ലെങ്കിൽ നിങ്ങളെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തില്ല. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം അതിലില്ല, നിങ്ങൾ അങ്ങനെ ഫീസ് അടയ്ക്കേണ്ട. ആ വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ വേണം ഈ ഓരോ അഡ്മിഷൻ പ്രൊസീജിയറും ചെയ്യാനായിട്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പ്രോസ്പെക്ടസിലും യൂണിവേഴ്സിറ്റി സൈറ്റുകളിൽ വരുന്നതും അതുപോലെ തന്നെ മറ്റ് ഇൻഫർമേഷൻ രീതിയിൽ കിട്ടുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി എല്ലാം ശരിയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഓരോ കാര്യങ്ങളും ചെയ്യാവൂ. അപ്പോൾ നാളെ ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്താണ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ടെൻഷൻ വരുന്നത്, കിട്ടിയില്ല, അഡ്മിഷൻ കിട്ടിയില്ല, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നില്ല എന്നുള്ളത്. ട്രയൽ അലോട്ട്മെൻറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടണമെന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ആ കാര്യങ്ങളൊന്നും നിങ്ങൾ ഉൾക്കൊള്ളുക. ട്രയൽ അലോട്ട്മെൻറ്റിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടണമെന്നില്ല. അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, പാതി കുട്ടികൾക്ക് പോലും കിട്ടണമെന്നില്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് ജസ്റ്റ് ഒരു അലോട്ട്മെൻറ്റ് മാത്രമാണ്, അതല്ല ഒറിജിനൽ അലോട്ട്മെൻറ്റ്. അത് നിങ്ങൾക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്കുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും മറ്റ് വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് തമ്മിൽ എത്ര വേരിയേഷൻ ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ ഇനി വരുന്ന വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് വരുന്ന വീഡിയോസിലായിട്ട് നമ്മൾ മാക്സിമം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഒരു ടെലിഗ്രാം ചാനൽ കൂടിയുണ്ട്. ആ ടെലിഗ്രാം ചാനൽ കൂടി നിങ്ങൾ ഫോളോ ചെയ്താൽ കഴിഞ്ഞ 4 വർഷത്തെ വിദ്യാർത്ഥികൾ, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളൊക്കെ ആ ഒരു ചാനലിലുണ്ട്. അവരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അവരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്